ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ഒരു യാത്രയും ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് സേവനവാരമാണെന്നുള്ളത്. ഇഷ്ടം പോലെ പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാവശ്യമില്ലാത്ത പണികളാണ്, എന്നാലും ചില സമയത്ത് നമുക്ക് എന്താ പറയുക, ചില കാര്യങ്ങൾ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ രാവിലെ എണീറ്റു. അപ്പോൾ സാധാരണ രാവിലെ ഞാൻ എണീറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒന്നും പ്രത്യേകിച്ച് കാണാറില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എൻ്റെ 3 മക്കൾ ദേ മുമ്പിൽ തന്നെ ഉണ്ട്, കണ്ടു. അപ്പോൾ അവർ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എപ്പോഴും പിന്നിൽ വന്ന് ആ ഗ്രില്ലിൻ്റെ അവിടെ വന്ന് നിന്ന് നോക്കണത് കണ്ടോ. ദേ ഓടി വന്ന് ദേ നോക്കി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വിളിച്ച വഴിക്ക് അവർ 3 പേരും. അപ്പോൾ അതിൻ്റെ അവിടെ പുല്ലും ഇതൊക്കെ ഉള്ളത് കാരണം നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരെന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എന്താ പറയുക, മൊത്തം ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. ഫുൾ സിമൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ എന്നാണോ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഇട്ട് വീട് നല്ല ഭംഗിയിൽ കാണിച്ചത്, പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ നമ്മളുടെ ഈ പണികളും കാര്യങ്ങളും പ്രശ്നങ്ങളല്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ വിശദമായിട്ട് ഞാൻ സമാധാനത്തിൽ ഞാൻ പറയാം. അങ്ങനെ ദേ ഈ വശത്തൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ദാ ഇവിടെ മുഴുവൻ എന്താ പറയുക വലിച്ചു വാരിയിട്ടേക്കാണ്. കണ്ടില്ലേ ഇന്നലെ തേച്ച് വിട്ടിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കണം. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഡാഡി ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയതിൻ്റെ പിന്നാലെ ഡാഡി അവിടെയൊക്കെ നനച്ചു. നല്ല വൃത്തിയിൽ എല്ലാതും പൊടിയൊക്കെ തട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ജുള. അപ്പോൾ ഇന്ന് എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ. അവർക്കൊക്കെ ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ധൈര്യമായിട്ട് വിളിക്കാം, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. പക്ഷെ അവർ നടത്തറയല്ല, അവർ ഉള്ളത് കുട്ടനെല്ലൂരാണ്. അപ്പോൾ കുട്ടനെല്ലൂരുള്ള 2 പേർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നല്ല തിരക്കുള്ള ആൾക്കാരാണ് കേട്ടോ. അവർ ഒരു ടീമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് മുറ്റത്തൊക്കെ കണ്ടു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ അകം മാത്രം ഒതുക്കിയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുറ്റത്തൊക്കെ ബക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊക്കെയാണ് ഫുൾ പുറത്ത് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ എടുത്ത് വരുമ്പോഴേക്കും ഡാഡി ഫ്രണ്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ബാക്കിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന അടുക്കള ഡാഡി കാപ്പി വെച്ച സോസ്പാനും കാര്യങ്ങളും മാത്രമുണ്ട്. അപ്പോൾ ഞാൻ വേഗം മെഴുകുതിരിയൊക്കെ കത്തിച്ച്, ഇന്ന് പതിവില്ലാണ്ട് എനിക്ക് തോന്നുന്നു 6:30-7 മണിയായപ്പോൾ എണീറ്റുണ്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നും ദൈവം സഹായിച്ചില്ലാത്തത് കൊണ്ടായിരിക്കാം നേരത്തോടെ എണീക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് രാവിലെ എണീറ്റിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് വരുമ്പോൾ നമുക്ക് കിടക്കാൻ തോന്നില്ല. എൻ്റെ ഒരു പ്രകൃതിയാണ് ഞാൻ പറയണത് കേട്ടോ. ചിലർ പറയണ കേട്ടിട്ടുണ്ട് തിരിച്ചാന്ന്, നാളെ ഇതൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ച് മടിയോണ്ട് എണീക്കാണ്ടിരിക്കുന്നും പറയണ കേട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നാളേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല. നേരത്തോടെ എണീറ്റ് ആ പരിപാടി കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ ബാക്കിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് വന്ന് ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും അവർ വന്ന് ഇതിൻ്റെ മുകളിൽ 3 പേരിൽ നിന്ന് ഞാനൊന്ന് കൈ വെച്ച് അവർക്ക് എൻ്റെ കൈയൊന്ന് നക്കിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അത് അവരവരുടെ സ്നേഹപ്രകടനം നടത്തണം. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. അവർ 3-ാമത്തെ ദിവസമാണ് ശരിക്ക്. ഇന്ന് 3 ദിവസമായി. അവർ 3-ാമത്തെ രാത്രിയാണ് ഇപ്പം ഇന്ന് ഞാൻ ഈ പറയുമ്പോൾ. തിങ്കളാഴ്ച, അതായത് നിങ്ങൾ ഈ കാണുന്ന ദിവസം കൊണ്ടുവരാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് വെള്ളം നനയ്ക്കേണ്ടത് കൊണ്ട് മാത്രം നനവ് കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടൊക്കെ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് കൂട് ക്ലീൻ ചെയ്യണതിൻ്റെ മുമ്പായിട്ട് ഡോൺ 2 പിള്ളേരെയും കൊണ്ട് പുറത്ത് പോയിട്ടോ. കാരണം എന്താ വെച്ചാൽ അവരെയും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവരെങ്ങനെ വന്നാലും ഈ പൊടിയിലേക്കൊക്കെ വരും. അതുകൊണ്ട് ഡോൺ ചാക്കോനെയും പാച്ചുവിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഇപ്പോഴല്ല കേട്ടോ, കുറേ കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ രാവിലെ ഞാൻ എണീറ്റ വഴിക്ക് കാണിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഞാനും ഈ ഭാഗങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ അവിടെ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവസാനമായപ്പോഴേക്കും എനിക്ക് പറ്റാണ്ടായപ്പോൾ ഞാൻ പോയി കിടന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. സംഭവം എന്നോട് ഇതൊക്കെ ചെയ്തിട്ട് പോവാമെന്ന് പറഞ്ഞെങ്കിലും പണിക്കാരുടെ കാര്യം അങ്ങനെയാണ്. നമ്മളൊന്ന് കിടന്നാൽ പിന്നെ കണ്ണ് തെറ്റിയാൽ പിന്നെ അവരുടെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോകും. അതുപോലെ ഇതുപോലെ സ്റ്റെപ്പ് അപ്പുറത്ത് പണിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ സ്റ്റെപ്പ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഡാഡി ആ നേരത്തെ വേറെ എന്തിനോ പോയേക്കായിരുന്നു. അപ്പോൾ അത് അവരുടെ തെറ്റല്ല. നമ്മളിങ്ങനെ വെച്ചാൽ പണിക്കാർ അവിടെ നിൽക്കുമ്പോൾ
നമ്മൾ അവരുടെ കൂടെ നിന്ന് ഓരോന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അതിൻ്റേതായ ഒരു കുറവുകൾ കാണും. അപ്പോൾ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂടെ നിൽക്കുന്ന നമ്മൾ വേണം അത് ശ്രദ്ധിക്കാൻ. അപ്പോൾ ഇതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൊക്കോട്ടെ, സാരമില്ല. നമ്മൾ കുറേ നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം അവർ വിട്ടുപോയെങ്കിൽ അത് നമ്മൾ അങ്ങനെ എടുത്ത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ പൊക്കോട്ടെ. അപ്പോൾ ഞാൻ ഇതാ ഇന്നലെയും മിനിയാന്നൊക്കെ കൊണ്ടുവന്ന, ഞാൻ പറഞ്ഞു 2 ദിവസം ഞങ്ങൾക്ക് പുറത്തുനിന്നായിരുന്നല്ലോ ഫുഡ്, കണ്ടതല്ലേ നിങ്ങൾ. അപ്പോൾ അത് ഞാൻ അവിടെ ഇങ്ങനെ ആക്കി വെക്കും കേട്ടോ. ഇത് 1, 2, 3 ഈ 3 കുപ്പി വെള്ളം. ഈ വെള്ളത്തിൻ്റെ കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഇത് എന്ത് വെള്ളമാണ് ഏത് വെള്ളമാണെന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ നമുക്ക് സമാധാനത്തിൽ പറയാം. ഇനിയുണ്ടല്ലോ ഒക്കെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും ഡാഡിയും പള്ളിയിൽ പോണതിന് മുമ്പ് ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാക്സിമം വൈകിട്ടേ എണീക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ പിന്നീട് ഞങ്ങളാണ് ഫസ്റ്റ് ഇറങ്ങുന്ന ആൾക്കാർ. അപ്പോൾ ഞാനും ഡാഡിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ദോശ ഡാഡി വാങ്ങിയിട്ട് വന്നു. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ കയ്യും കാലും വിറയ്ക്കും. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് പോവുകയല്ലേ നല്ലത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ സാധാരണ നിങ്ങൾക്കറിയാലോ, ഞായറാഴ്ച ദിവസം എല്ലാം കഴിഞ്ഞ് 10:30-ക്ക് ശേഷമാണ് ഞാൻ വീഡിയോസ്, 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടാറ്. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ തൊട്ടുള്ളത് ഇട്ടു എന്ന് മാത്രം. അങ്ങനെ നമ്മളുടെ പിള്ളേർ സെറ്റ് എണീറ്റ് അവരുടെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പോയി വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരവാണ് കേട്ടോ ചാക്കോച്ചൻ. അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു പാച്ചു എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതോ പാച്ചു ആണോ ഇത് തോമുവാണ്, പാച്ചു എണീറ്റിട്ടില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡോൺ പറഞ്ഞു, കുട്ടികൾ അവരെ എത്ര പിടിച്ച് നിർത്തിയാലും അവരൊരു പരിധി കഴിഞ്ഞാൽ അവർ എന്താ പറയുക അകത്തിരിക്കാൻ കൂട്ടാക്കില്ല. അകത്തും വലിയ സുഖമില്ലാത്ത അന്തരീക്ഷം, ഇവിടുത്തെ കാറ്റും ഈ കാറ്റത്ത് ഇപ്പം നല്ല കാറ്റാണല്ലോ ഇത് ചെന്നിട്ട്. അങ്ങനെ ഡിവൈൻ ഇവിടെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പോൾ ഞാനും ഡിവൈനും കൂടി കയറി അപ്പോൾ കാണുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ശരിക്കും സ്റ്റെപ്പ് അവിടെ ശരിക്കും പണിയാത്തത് കണ്ടത്. അതുപോലെ ഈ ഒരു സ്ലാബ് അവിടെ ശരിക്കും വെക്കേണ്ടതായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ല, വെറുതെ ഒരു മരക്കട്ട ഇട്ടിട്ട് വെറുതെ എനിക്കൊരു ഇവിടെയാണ് സ്റ്റെപ്പ് ശരിക്ക് അറ്റം വരെ മുട്ടിക്കേണ്ടതായിരുന്നു, അത് നടന്നില്ല. അതൊക്കെ പൊക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി ചെടികൾ വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ താഴ്ത്തിക്കുക. അപ്പോൾ തോമു ഈ വശങ്ങളൊന്നും കണ്ടിട്ടില്ല. കാരണം കുട്ടികളെ നമ്മൾ ഈ വശത്തേക്ക് ഇറക്കാറില്ല. കാരണം ഇവിടെ മുഴുവൻ എന്താ പറയുക മണി പ്ലാന്റ് അതും ഇതും എൻ്റെ ശ്രദ്ധ പെടാത്ത ഒരു മൂലയായിരുന്നു ആ മൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഫുൾ ക്ലീൻ ചെയ്തത്. കാരണം ഇനി പിള്ളേർ വലുതാവാണ്, അവർ കയറും അങ്ങോട്ട് നടക്കും ഒക്കെ പോവും. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, അവിടെ ഏറ്റവും ക്ലീനായി കിടക്കണം എന്ന ഒരു നിർബന്ധം തോന്നി. കുറേ നാളായിട്ടുണ്ടായിരുന്നു ചെയ്യണം എന്ന് വിചാരിച്ച്. അപ്പോൾ ഒരവസരം നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങളിതേ പോയി വന്നപ്പോൾ പിള്ളേർസിന് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പിസ്സ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. പിസ്സ ഓർഡർ ചെയ്തിട്ട് അവർ കഴിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ പറയും, ഇവർ നമ്മുടെ ഷോപ്പ് കീപ്പറായിട്ട് കളിക്കും ഇവർ. അപ്പോൾ ഇന്ന് കളിച്ചത് പിസ്സയാണ്. അപ്പോൾ അവർക്കൊരു പിസ്സ വേണം. അപ്പോൾ വെജിറ്റബിൾ പിസ്സയാണ്, നോയമ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾ പിസ്സയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിള്ളേർസിനെയും ഡോൺ അവരെയും കൊണ്ട് പുറത്തേക്ക് പോയി. കാരണം എന്താ വെച്ചാൽ ഇനി അവരിവിടെ നിന്നാൽ ശരിയാവില്ല. രണ്ടാളും കൂടിയിട്ട് സ്വതവേ പാച്ചുവിന് ഒരു ചെറിയ പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയും മിനിയാന്ന് വൈകുന്നേരം തുടങ്ങിയത്. ഇന്നലെ ചെറുതായിട്ട് വന്നെങ്കിലും വലിയ ഗൗരവമായിട്ട് വന്നില്ല. കാരണം എന്തോ ഭാഗ്യം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു. പക്ഷേ ഇന്നലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഡിംപിളിനൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പാച്ചുവിന് ഇങ്ങനെ ആയതുകൊണ്ട് അവനെയും കൊണ്ട് പോകേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പോയില്ല. പിന്നെ പോകുന്നിടത്ത് കുഞ്ഞ് മക്കളൊക്കെ ഉള്ളത്. അപ്പോൾ വെറുതെ ഒരാൾക്ക് പനി വന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇപ്പോഴത്തെ പനികൾ അങ്ങനെയാണല്ലോ, പനി അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യാത്ര വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തേട്ടോ. അപ്പോൾ ഇന്ന് മൂപ്പർക്ക് ഇന്നലെ തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഉച്ച കഴിഞ്ഞോട് കൂടിയിട്ട് അവൻ ഓക്കെ ആയി. മരുന്നൊക്കെ ഇപ്പം അവൻ കൃത്യമായിട്ട് കൊടുത്താൽ കഴിക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ പട്ടിക്കൂട് ഇന്ന് ഞാനും ഡിവൈനും കൂടിയിട്ടാണ് കേട്ടോ ഫുള്ള് കഴുകിയത്. പട്ടിക്കൂട് എനിക്ക് കഴുകി തന്ന് അപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ കരഞ്ഞു തുടങ്ങി. ഡിംപിൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ ഞാൻ ഡിവൈനോട് പറഞ്ഞു ചാക്കോച്ചനെയും കൊണ്ട് പൊക്കോന്നുണ്ട്. ചാക്കോച്ചനെയും കൊണ്ട് ഡിവൈനെ വിട്ടു. പിന്നെ അവിടെ നിങ്ങടെ ഞാനാണ് ഒതുക്കിയത്. ഡാഡി അപ്പുറത്ത് ചെടികളും പിന്നെ ഡിവൈൻ നമ്മുടെ കൊക്കോ മറ്റേ ഇതുണ്ടല്ലോ ചകിരിച്ചോറ് പൊട്ടിച്ചിട്ട് അതിൽ മണ്ണ് മിക്സ് ചെയ്യാനായിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ കരച്ചിലടപ്പോൾ ഞാൻ പറഞ്ഞു പൊക്കോന്ന് പറഞ്ഞിട്ട്
ആ പണി ഡാഡി ഏറ്റെടുത്തു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈ വശം ഇവിടം വരെ ചവിട്ടുപടി വരെയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് അങ്ങോട്ട് തീർത്തു. അതായത് മണി പ്ലാന്റ് വെട്ടിക്കളയിലും അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ കുട്ടി കുട്ടി പണികളൊക്കെ തീർത്തു. ശരിക്കും സമയം 3 മണിയായപ്പോഴാണ് ആ ഭാഗത്തെ കഴിഞ്ഞത് കേട്ടോ. അപ്പോഴും സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഒതുക്കാൻ പറ്റിയിട്ടില്ല. പട്ടിക്കൂട് നന്നായി 2-3 വട്ടമായിട്ട് കഴുകി. കാരണം സിമെൻറ്റിൻ്റെ വന്നു കഴിഞ്ഞാൽ അലർജി വരും. ഞങ്ങൾ ഈ വീട് മാറിയ സമയത്ത് നമ്മുടെ ചന്തുവിന് മൂത്തോന് അവനിപ്പോൾ ഇല്ല, അവന് ഇതുപോലെ അലർജി വന്നിട്ട് ശരിക്കും പോയി എന്ന് വിചാരിച്ചത്. അതായത് രോമം മുഴുവൻ പോയിട്ട് റെഡ് കളറായിരുന്നു അവൻ്റെ ബോഡി മൊത്തം, സ്കിൻ മാത്രമായിട്ട് പോയി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ തപ്പിക്കൂടി അവൻ ഏറ്റവും ഉഷാറായിട്ടാണ് മരിക്കേണ്ട സമയമാകുമ്പോഴേക്ക് അവൻ നല്ല ഉഷാറായിരുന്നു. അങ്ങനെ ശരിക്കും 3 മണിയായി ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഗീ റൈസ്, മുട്ട റോസ്റ്റ്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല മെഴുക്ക് വരട്ടി, പിന്നെ മറ്റേ കേസരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഡിമ്പിൾ. അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് കേസരിയൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് കിടക്കാനായിട്ട് പോയി. ഞാൻ ഒഴിച്ച് ഇവരെല്ലാവരും പോയി കിടന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പാച്ചുട്ടൻ തലോണം ഇങ്ങനെ അതായത് ഇവരുടെ സ്കൂളിലെ ആക്ടിവിറ്റീസ് ഉണ്ട്. മുമ്പ് ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും അത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പല വീട്ടിലെ പല കുട്ടികളാണ്. അപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമായില്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നത് ശരിയല്ല. അവർക്ക് പ്രൈവസി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആക്ടിവിറ്റീസ് ഇടാതെ. ഇവരുടെ ഒരു ആക്ടിവിറ്റിയാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഓരോന്നിൽ ചാടിപ്പോവാന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഡാഡി പോയിട്ട് പട്ടികൾക്കുള്ള ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മുറ്റത്ത് ഒതുക്കലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ബോക്സുകളിലാക്കി. അതായത് മറ്റേ സാധാരണ ഇറച്ചിയുടെ കൂടെ കോഴിയുടെ കാലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോക്സുകളിലൊക്കെ ആക്കി. അത് നിങ്ങൾക്കറിയാം, ഞായറാഴ്ച ആയ എൻ്റെ മെയിൻ പണിയാണ് ഇത് എന്നുള്ളത്. കാരണം നമുക്ക് നോയമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് കാര്യമില്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്താലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് 3 പ്രാവശ്യമായിട്ട് ഡാഡിയിൽ കൊടുത്തയക്കുക ചെയ്യാം. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നമ്മളുടെ വീടിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഒതുക്കുമ്പോൾ കാണിച്ചത് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നേരെ നമ്മുടെ വീടിൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ ചുറ്റി വന്ന് കഴിയുമ്പോൾ ഈ വഴിയാണ് വരുന്നത്. ഈ പ്ലോട്ടിൽ ശരിക്കും ഒരു വീടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൊളിച്ചിട്ട് അത് പൊളിച്ചപ്പോഴാണ് നമ്മുടെ മതിലൊന്ന് വീണു എന്ന് പറഞ്ഞത്, മറ്റേ പൊക്ലിൻ വെച്ച് വലിച്ചപ്പോൾ. അപ്പോൾ അതിങ്ങനെ സൈഡിൽ വരുമ്പോൾ ആ വഴി ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഒരു വീട്, അവിടെ മൂലയിലൊരു വീട്, അത് കഴിഞ്ഞ് അമ്മായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഉള്ള വീട് മറ്റേ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, കുര്യാക്കോ അങ്കിളും ജോയ്സി ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട് ശരിക്കും നമ്മളുടെ ഈ സൈഡിൽ മുക്കാലിക്ക് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജെസ്സിയുടെ വീടാണ്. അങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു ഇത് കിടക്കുന്നത്. ഇതാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോഴാണ് വഴി. അപ്പം നമ്മൾക്ക് എങ്ങനെ നോക്കിയാലും അമ്മായിനെ കണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പുറത്ത് കാണണമെങ്കിൽ നമ്മൾ നെറ്റ് ഇട്ടുണ്ട്, അതിൽ കൂടെ ഉള്ള സംസാരം പറ്റുള്ളൂ. ജെസ്സിയുടെ അവിടെ ആയാലും അതെ, എനിക്ക് അങ്ങോട്ട് നീങ്ങി നിന്നിപ്പോൾ നമ്മൾ പട്ടിക്കൂട് കണ്ടില്ലേ, അതുപോലെ സംസാരിക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ആ സൈഡ് കണ്ടോ, ഇങ്ങനെയാണ് ആ സൈഡ്. അപ്പോൾ ഇത് മാറ്റി നിർത്തിയിട്ട് ഇതിപ്പോൾ വെള്ളം പോകുന്ന സമയത്ത് നെറ്റ് മാറ്റിയിട്ടാണ് അതിലെ കാണാവുന്ന ഒരു പരുവായത്. അപ്പോൾ ഇതാണ് ആ സൈഡിലെ വീടും ഇതൊക്കെ കേട്ടോ. ഇങ്ങനെയാണ് ഇത് നമ്മളുടെ വീടിൻ്റെ ഭാഗം. എപ്പോഴും എല്ലാവരും അങ്ങേ ഭാഗം കണ്ടിട്ടുണ്ട്, ഇങ്ങേ ഭാഗം കണ്ടിട്ടില്ല എന്ന് കുറേ പേര് പറഞ്ഞു. അവിടെ പൊളിച്ചു എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചു അത് എവിടെയാണ്, ഏതാണെന്നുള്ളത്. ഇതായിരുന്നു ആ ഭാഗം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ഒതുക്കാമെന്ന് വെച്ച് വന്ന കാരണമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചത് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ശരിക്കും ഞാൻ കംപ്ലീറ്റ് അടിച്ച് കഴുകി. ഇവിടെയും ഞാൻ വിചാരിച്ചു അവരെ ഇനി കുറച്ച് ദിവസം ഇവിടെ കഴിച്ചിടണം. കാരണം പറമ്പിൽ നല്ലോണം പുല്ലൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അരിച്ച് വന്ന് ഇതിൻ്റെ ഇടയിലൊന്നും ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇവരെ ഈ സൈഡിലേക്ക് ഒന്ന് അഴിച്ചിടും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ വല്ലതും ഒളിച്ചിരിക്കണമെങ്കിൽ ഇവരുടെ കുറേയും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഓടും. ഒരു പ്രാവശ്യം ശരിക്കും ഒരെണ്ണത്തിനെ പിടിച്ച് കുടഞ്ഞു കൊന്നു പട്ടികൾ കേട്ടോ. പിന്നെ പെരിച്ചാഴി ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇങ്ങനെ 3 സൈഡിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുരക്ഷിതമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഭാഗമാണ് ഞാൻ ഒട്ടും കാണിക്കാത്തൊരു ഭാഗം. കാരണം ഞാൻ വല്ലപ്പോഴും നനയ്ക്കാൻ വേണ്ടി കിടക്കും എന്നല്ലാണ്ട് ഇങ്ങനെ ഈ വശത്തേക്ക് അധികം കിടക്കാറില്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോർ റൂം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെയാണ് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണത്.
അങ്ങനെ അപ്പോൾ ഗ്യാസ് സിലിണ്ടർ, അതാണ് അവിടെ ഗ്യാസ് സിലിണ്ടറൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ കുട്ടികളുടെ എന്താ പറയുക, വേണ്ടാത്ത കളിപ്പാട്ടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, വണ്ടിയുടെ ടയറ് കാര്യങ്ങൾ, അതൊക്കെ ആ സൈഡിലാണ്. നമുക്ക് ബാക്കിൽ സ്ഥലമില്ലല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബെഞ്ച് പോലെ ഈ അറ്റം തൊട്ട് അറ്റം വരെ പണിതിട്ട് അതിൻ്റെ മുകളിലാണ് കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. ആദ്യം പട്ടി മാത്രമായിരുന്നു, പക്ഷേ പിന്നീട് അതിങ്ങനെ ഓരോന്നായി എന്ന് മാത്രം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് ഞാൻ ഇവർക്ക് 3 പ്രാവശ്യമായിട്ട് ഫുഡ് കൊടുക്കും. അപ്പോൾ രാവിലെ ഡാഡി ഒരു ഉച്ചയോട് കൂടിയിട്ട് പാലും രാവിലെ വെള്ളവും ഡ്രൂൾസ് കൊണ്ടു കൊടുക്കും. 2-3 വീതം 2 വീതം മതിയാവും. അവർക്ക് അത്രേ ഇഷ്ടമുള്ളൂ, കൂടുതലായ കഴിക്കില്ല. പിന്നെ കാക്കയ്ക്കുള്ള ഇതാവും. അത് കഴിഞ്ഞ് പിന്നെ ഡാഡി പാല് കൊണ്ടു കൊടുക്കണത്. അപ്പോൾ പാച്ചൂട്ടൻ കണ്ടപ്പോൾ പാച്ചൂട്ടൻ കയറി ഒക്കത്ത് കയറി ഇരുന്നതാട്ടോ. അങ്ങനെ പാല് കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞ് രാത്രി കിടക്കണേൻ്റെ തൊട്ട് മുമ്പായിട്ട് സംഭവം ഞാൻ കിടക്കുമ്പോഴാണ് കൊടുക്കാറ്. പക്ഷേ ഇത് നമ്മൾ അവരുടെ ഒരു സൗകര്യം കൂടി നോക്കണ്ടേ. കാരണം നമ്മൾ കിടക്കുന്ന പോലെയല്ലല്ലോ. ഇപ്പോൾ 7-7:15 ആകുമ്പോഴേക്കും, അതായത് മാച്ച് തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഡാഡി അവർക്ക് ഇറച്ചിയും വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ റൂട്ടീൻ കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അവിടെ നിന്നിട്ട് എന്താ പറയുക, ഇന്നിപ്പോൾ പാച്ചുവിനും കൂടി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞ് പാച്ചു അപ്പാപ്പനും കൂടി അവിടെ നിന്ന് വന്നപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങളോട് വർത്താനം പറയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങളുടെ ഈ 2 പറമ്പിൻ്റെ ബാക്കിലാണ് അവരുടെ 2 വീട്. ഒന്ന് അതിലെയും വഴി, ഒന്ന് അപ്പുറത്ത് കൂടിയും വഴി, ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും, നിങ്ങളുടെ അയൽവക്കക്കാർ ആരാണ്, എന്താ അവരെ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്ക് വശം. 2 വീടുമായിട്ട് അങ്ങനെ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങേ വീട്ടിലാണെങ്കിൽ ഫ്രണ്ട് അപ്പുറത്താണ്, ഞങ്ങളുടെ ഫ്രണ്ട് ഇപ്പുറത്താണ്, ബാക്ക് മാത്രമാണുള്ളത്. ബാക്ക് അവിടെ നിങ്ങളുടെ ആണെങ്കിൽ നമ്മുടെ സൈഡാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ വെച്ച്, ഇന്ന് പാല് ശരിക്കും വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പോൾ പാൽപ്പൊടിയിലാണ് ഞാൻ ഇന്ന് ചായ വെച്ചത്. പാൽപ്പൊടി ഞാൻ അന്നാൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈനിൽ വാങ്ങിയത്. നല്ല പാൽപ്പൊടിയായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രിയായി. അപ്പം ഞാൻ മൊത്തം ഞങ്ങൾ അവിടെ നിന്ന് ചെടികൾ മൊത്തം ഡാഡി എടുത്തിട്ട് അങ്ങേ സൈഡിലേക്ക് വെച്ചു. കാരണം ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗം ഫുൾ എന്താ പറയുക, നല്ല വൃത്തിയായിട്ടാണ്, ഒരു സിമെൻറ്റിൻ്റെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ നിങ്ങളിതിങ്ങനെ കാണുമ്പോൾ എന്തുട്ടാണാവോ ഇത് ഞാൻ കമത്തി വെച്ചേക്കണത്. ഇത് എന്തുട്ട സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മതിൽ പൊളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉള്ളിലേക്ക് എടുത്തപ്പോൾ അതിൻ്റെ 2 തൂണാണ് ഇത്. നമ്മൾ മതിലുണ്ടാവില്ലേ തൂണ്, മറ്റേ ഗേറ്റ് ലൈറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ആ കേബിൾ പോയതിൻ്റെ പൈപ്പാണ് അവിടെ. അപ്പോൾ ഞാൻ 2 ക്യാപ്പ് അതിൻ്റെ മുകളിൽ വെച്ചത്, അതിൻ്റെ ഉള്ളിൽ ഇനിയൊന്നും കയറി ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ അന്തരീക്ഷം ഇങ്ങനെയാണ്. അതായത് രാത്രിയിൽ ഞാൻ എടുത്ത വീഡിയോ ആണ്, ഞാൻ കിടക്കണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങേ സൈഡ്, അതായത് കിണറിൻ്റെ സൈഡ്. ഈ കിണറിൻ്റെ സൈഡ് അപ്പോൾ ഈ സൈഡിലാണ് അപ്പുറത്തെ വീടിൻ്റെ അടുക്കള കേട്ടോ. അപ്പോൾ ഇത് കുപ്പികളിലൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ചെടികൾ മൊത്തം ഡാഡി എടുത്ത് ഇങ്ങേ വശത്തേക്ക് വെച്ചു. ഇനി ഈ ചട്ടിയിലൊക്കെ ഡാഡി മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്, മറ്റേ കൊക്കോപിറ്റും മണ്ണും കൂടി മിക്സ് ചെയ്ത് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ ഒന്നേന്ന് എനിക്ക് ചെടികൾ നട്ട് വരണം. അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും നഴ്സറി ഉണ്ടെങ്കിൽ, ചെടികളുടെ നഴ്സറി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ, പ്രത്യേകിച്ച് മണ്ണുത്തിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ചെടികൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ഈ പറയണത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കയറിയപ്പോൾ ഡാഡി എനിക്ക് ഡൈ ഇട്ടത്. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ടെന്നല്ല കുറേ മുമ്പ് വരെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിട്ടിട്ട് രാവിലെ ഇട്ടിട്ട് വൈകുന്നേരമൊക്കെ കുളിക്കുക. എനിക്ക് ഇട്ട് കഴിഞ്ഞ് ഡാഡിയുടെ എളുപ്പത്തിന് ഇടും, പിന്നെ എൻ്റെ എളുപ്പത്തിന് കുളിക്കുക, അങ്ങനെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, അരമണിക്കൂറിൽ മേലെ ഇടരുതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഡാഡിയെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഇത് നാളെ നമ്മുടെ പാച്ചൂട്ടനും തോമൂട്ടനും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ കൊണ്ടു കൊടുക്കണം. അപ്പോൾ നാളേക്ക് വേണ്ടിയിട്ട് പാച്ചൂട്ടൻ്റെ കൈകൊണ്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അവരെ കൊണ്ട്. തോമുൻ്റെ ഞാൻ കണ്ടിട്ടില്ല, തോമുൻ്റെ ഡിവൈൻ മുകളിൽ ഉണ്ടാക്കുന്നുണ്ടാവും, ഇന്ന് വൈകിട്ടോ ഉണ്ടാക്കുന്നുണ്ടാവാം. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. തോമു ഒന്ന് നേരത്തോടെ കിടന്നുറങ്ങി. ഇന്ന് കളിയും യാത്രയും ഒക്കെ കഴിഞ്ഞപ്പോൾ അവന് നല്ല ക്ഷീണമായി. പിന്നെ മുറ്റത്തേക്ക് വിടണില്ലല്ലോ കളിക്കാനായിട്ട്, കാരണം മുറ്റത്ത് വിടാൻ നിവൃത്തിയില്ല, നിറച്ച് സിമെൻറ്റിൻ്റെ പൊടിയാണ്. അപ്പം മഞ്ജുളയോട് ഒരു ദിവസം വരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മുറ്റം മുഴുവൻ ഒന്ന് അടിച്ച് കഴുകി ആ പുല്ലൊക്കെ ഒന്ന് പറിച്ച്. പക്ഷെ ആൾ ഇത്തിരി തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാതെ വേറെ എന്തോ വീഡിയോ വന്ന് കയറി പെട്ടതാട്ടോ. സാരല്ലേ, നിങ്ങളല്ലേ കാണണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ ബനാനയും ഓറഞ്ചും എടുത്തു കൊണ്ടുവന്നിട്ട്
ഇങ്ങനെ കൊടുത്തപ്പോൾ നമ്മൾ ചോദിക്കുക ഏതാ വേണ്ടതെന്ന്. അപ്പോൾ അവൻ ബനാന പറഞ്ഞു തുടങ്ങി. ഇങ്ങനെ ഓരോന്ന് കുട്ടി കുട്ടി ഭാഷകൾ നമുക്ക് മനസ്സിലാവും. ബനാന, പപ്പടത്തിന് പപ്പ, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പോൾ അത് എന്നോട് ഒളിച്ച് കളിക്കുന്നതാണിത്. അപ്പോൾ മൂപ്പർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോടാണ് കളി കുറേ കൂടുതൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഒളിക്കുമ്പോൾ ഓടി വന്ന് കാണുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും വാതിലിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഒളിച്ച് നിൽക്കും. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, 2 ചേട്ടന്മാരുടെ കൂടി ഞാൻ കളിച്ചിട്ടില്ല, നീയായിട്ട് എന്നെ കളിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. കാരണം അവരുടെ സമയത്ത് നിങ്ങൾക്കറിയാലോ, തോമുവിൻ്റെ സമയത്ത് പാച്ചുവിൻ്റെ കാര്യങ്ങളുടെ ടെൻഷൻ. പാച്ചുവിന് ശരിക്കും 2-2.5 വയസ്സ്, 2 വയസ്സ് വരെ, 2.5 എന്ന് തന്നെ പറയാം, വയസ്സ് വരെ നമ്മൾ കൊണ്ട് ഓടൽ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അങ്ങനെ ഓമനിക്കാനോ അതിനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഇവൻ എന്താ പറയുക, ശരിക്കും നമ്മളെ ആളെ മയക്കണ പോലത്തെ ഓരോ കാട്ടായങ്ങൾ. പിന്നെ നമുക്കതിനുള്ള നേരം ഉണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അവനും ഉണ്ട് കേട്ടോ. തോമുമൊക്കെ ചെറുപ്പത്തിൽ ഒട്ടും അങ്ങനെ എനിക്ക് അവനായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയിട്ടില്ല, കുട്ടിയെ അങ്ങനെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ അതേ അക്കിയുടെ കൂടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അക്കിയുടെ അവിടെ പോകണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തോ അവനോട് പപ്പടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അക്കിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഒരു സങ്കടം പോലെ. അങ്ങനെ വിളിച്ചപ്പോൾ മൂപ്പര് മിണ്ടണമൊന്നുമില്ല, കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. അങ്ങനെ ചേച്ചീനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആകെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര നമുക്കറിയില്ല എന്താണെന്ന്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ചിരിച്ച് വർത്താനം പറയുന്ന ആളാണ്. പക്ഷേ അക്കീനെ കണ്ടപ്പോൾ അവൻ്റെ ചിരിയൊക്കെ പോയി, ഭയങ്കര സങ്കടത്തിലായി. പിന്നെ ഉമ്മം കൊടുക്കണം, പിന്നെ എന്താ പറയുക, അവിടെ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഒപ്പം തലാട്ടുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ അംഗം. അപ്പം അങ്ങനെ അക്കിക്ക് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഉമ്മൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനും ഒരു ആശ്വാസമായി. എനിക്ക് തോന്നുന്നു കുട്ടിയല്ലേ, അവന് പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ ടാറ്റ ഉമ്മൊക്കെ കൊടുക്കണത് അക്കിക്ക്, പക്ഷെ അത് കൊടുക്കണത് മുഴുവൻ ഡിവൈൻ്റെ മുഖത്തേക്കാന്ന് മാത്രം. അങ്ങനെ കുട്ടികളല്ല, അവന് പറയാൻ അറിയില്ലല്ലോ എനിക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് അവരെ കാണണം എന്ന് പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ ഇന്നും ഞങ്ങൾ കഞ്ഞി തന്നെയാണ് വെച്ചത് കേട്ടോ. കഞ്ഞിയും ചമ്മന്തിയും പപ്പടവും പിന്നെ അച്ചാറും മുളക് ചമ്മന്തിയൊക്കെ ഉണ്ട്. ഞാൻ വെറും ചമ്മന്തിയും കഞ്ഞിയും, നല്ല ചൂട് കഞ്ഞിയാകുമ്പോൾ പപ്പടവും ഇതും ആയിക്കഴിഞ്ഞ് പയറും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ ചാക്കോച്ചൻ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു പോയി. ഡിമ്പിളിന്ന് നേരത്തോടെ കഞ്ഞി കുടിച്ചു. അതായത് പാച്ചുവിനും ചാക്കോച്ചനും കൂടിയിട്ട് കഞ്ഞി കൊടുത്തപ്പോൾ അതേ പാത്രത്തിൽ ഡിമ്പിളും കഴിച്ചു. അങ്ങനെ അവരെല്ലാവരും കിടന്നു. ഞാൻ ഇന്ന് 9 മണിക്ക് കിടക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വിചാരം മാത്രമേ ഉണ്ടായുള്ളൂ, പറ്റിയില്ല എനിക്ക്. എന്നാലും സാരമില്ല, വല്ലാണ്ട് വൈകിയില്ല, 10:15 ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും സമാധാനമുണ്ട്. ഞാൻ വിചാരിച്ചേക്കാളും എന്താ പറയുക, നേരത്തെ ആയില്ലെങ്കിലും വല്ലാണ്ട് വൈകിയിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഫുള്ള് ഒതുക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ബാത്റൂമിലേക്ക് അതൊക്കെ എടുത്ത് വെക്കണം. കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു 40% പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു 60% അവിടെയൊക്കെ എടുക്കുക. അങ്ങനെ ഇത് കുട്ടികൾ പച്ചമുളക് കഴുകി വെച്ചതാ വാല വെക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ആയതിന് ശേഷമാണ് നമ്മൾ ബോക്സിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അയ്യാലത് കാണാൻ വേണ്ടി ഞാനത് കാണിച്ചു തന്നാണേ. അപ്പോൾ അങ്ങനെ കണ്ടോ, ഞാൻ പറഞ്ഞേ സമയം 10:15. ഞാൻ 9 മണി തൊട്ട് കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയത്. കാരണം എനിക്ക് പകൽ കിടക്കാത്ത കാരണം ഒന്ന് കിടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അങ്ങനെ പിന്നെ എനിക്ക് കിടന്നാലും അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. നമ്മൾ പണികൾ അവിടെ അങ്ങനെ ഇത്രയും കിടക്കുമ്പോൾ എനിക്ക് പട്ടികളെ കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് ആദ്യം കിടക്കണത്. ഇവിടെ ഒതുങ്ങിയാലല്ലേ അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവരോട് ഗുഡ് നൈറ്റ് പറയാനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി നേരത്തെ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുര കേട്ടപ്പോൾ ഞാൻ ചെന്ന് ഇനിയിപ്പോൾ എന്നെ കാണാണ്ടാണാവോ വെച്ചിട്ട് ഞാൻ ദേഷ്യപ്പെടാനായിട്ട് പോയതാണ്. അപ്പം നോക്കിയപ്പോൾ വേറെ ഒന്നുമല്ല, അതിലൊരു സ്കൂട്ടറും വേറെ 2 പിള്ളേരും കൂടി പോണു, അതായത് ആ വഴി കൂടെ. അപ്പോൾ അതിനാണ് അവർ കുരച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു എവിടെ ചെന്നാലും അവർക്കറിയാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്. അപ്പോൾ അവരെ കണ്ടപ്പോൾ കുരച്ചു. അതായത് ആൾക്കാർ ആരോ പോണുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷമായി കേട്ടോ അത് കേട്ടപ്പോൾ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. എന്താ പറയുക, കുറേ പണികളും അടുക്കും ചിട്ടയും നല്ല ഭക്ഷണവും ഒക്കെ ആയിട്ട് നല്ലൊരു ഞായറാഴ്ച. മറ്റേത് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെയെങ്കിലും പൊക്കോളൂന്ന്. ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ നല്ലതാണ്, കാരണം നമ്മളുടെ വീടിൻ്റെ ഓരോ ഭാഗവും ക്രിസ്മസ് അല്ലേ. അപ്പോൾ നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസിന് ഇതാണ് കേട്ടോ കാണിക്കണത്. ഞാൻ എല്ലാ ദിവസവും ഓരോന്ന് കാണിക്കാറില്ലേ. അപ്പോൾ ഇനി ബാക്കി വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.